വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന വെമ്പുലി നാടാണ് നമ്മളിന്ന് അറിയപ്പെടുന്ന കോട്ടയം. രാമവർമ്മ കുലശേഖരനായിരുന്നു അവസാനത്തെ ഭരണാധികാരി. ഇവിടുത്തെ മഹോദയപുരം എന്നറിയപ്പെടുന്ന നമ്മുടെ കൊടുങ്ങല്ലൂർ ആയിരുന്നു ഇതിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ചെറുഭാഗങ്ങളൊക്കെ ഇവിടെ അവർ ഭരിച്ചിരുന്നു. ആ സമയത്ത് കുലശേഖര ആഴ്വാരാണ് ഇതിൻ്റെ സ്ഥാപകൻ. ചേര സാമ്രാജ്യമാണ്, രണ്ടാമത്തെ ചേര സാമ്രാജ്യമാണ് കുലശേഖര സാമ്രാജ്യം. രാജാവിൻ്റെ ഭരണശേഷം നമ്മുടെ നാടുവാഴികളാണ് പിന്നീട് ഭരണം നടത്തിയിരുന്നത്. അങ്ങനെ വലിയ ചരിത്രങ്ങൾ അടങ്ങിയ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കോട്ടയം. അങ്ങനെ നമ്മളിവിടെ എൻട്രൻസിലെത്തിയ കാണാം. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഏകദേശം അടുക്കാറായി. ഇനിയിപ്പോൾ അധികം ദൂരമില്ല. ഇവിടെ റൈറ്റ് സൈഡിലൊരു അടിപൊളി ഒരു വ്യൂ കൊണ്ട് കാണിക്കാമേ. കിടു വ്യൂ അല്ലേ, അടിപൊളിയല്ലേ. പാലാരൂപതയുടെ ഒരു കുരിശ് ഇവിടെ നാട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പാറയാണ്ടോ, ലെഫ്റ്റ് സൈഡിൽ പാറകളാണ്. ഇത് മല പോലെ ഉയർന്നു നിൽക്കുന്നത്. ഈ കാണുന്നതെല്ലാം അവിടെ കാണുന്ന മലകളും എല്ലാം അതുപോലെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ഈ ആഴ്വാർ, ലാസ്റ്റിലത്തെ ആഴ്വാറുണ്ടല്ലോ, അദ്ദേഹം ഒരു വൈഷ്ണവ ഭക്തനായിരുന്നു. അദ്ദേഹം പിന്നീട് വൈഷ്ണവ ഭക്തി പ്രചാരണത്തിനായിട്ട് പിന്നെ പോകുകയായിരുന്നു എന്നാണ് അറിവ്. നിങ്ങളാരെങ്കിലും കുമരകം പക്ഷി സങ്കേതത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, ഇനി ഒരിക്കൽ പോകണം. അവിടെ വേമ്പനാട് കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ അതൊന്ന് പോയി കാണുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആകാശത്തിൻ്റെ മുകളിലെത്തിയ പോലെ ആയതുകൊണ്ടോ, ഇവിടെ എല്ലാം മരങ്ങൾ കുറവായി. ഇപ്പം വഴി മാത്രമേ ഉള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല കാഴ്ചയാണ് ഇവിടെ. ഇവിടുന്ന് വേണ്ട പാർക്കിംഗ് തുടങ്ങുകയാണ്. പക്ഷേ ഇവിടെ ഒന്നും വണ്ടിയൊന്നുമില്ല, അധികം ആൾക്കാരും തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വന്ന ടൈം കറക്റ്റ് അല്ല, അതുകൊണ്ടായിരിക്കാം. നോക്കിക്കേ, കണ്ടോ, ആകാശത്തിൻ്റെ മുകളിലെത്തിയ പോലെ ഇല്ലേ, അടിപൊളി. ഏതാണ്ട് ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അത് പ്രതീക്ഷയില്ല ഞാൻ. ഇവിടെ കടകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ആഹാ, കാറെല്ലാം ഇവിടെ വൻ സെറ്റപ്പാണ് കേട്ടോ. ഈ വാഹനങ്ങളെല്ലാം പാർക്ക് ചെയ്തേക്കുന്ന ഓപ്പൺ ഏരിയയിലാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഏരിയ ഒരു ഓപ്പൺ പ്ലേസ് ആയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് തന്നെ കാണാൻ അടിപൊളി ഭംഗിയാണ് കേട്ടോ. സൂപ്പർ. ഇത് കണ്ടോ, എന്താ അടിപൊളി വ്യൂ ആണല്ലേ. ഇവിടെ എല്ലാം വൻ സെറ്റപ്പ് കേട്ടോ. അരുണ വന്ന ഉടനെ കടയിൽ കയറി. അവന് എന്താ ആവശ്യമെന്ന് അറിയത്തില്ല. വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ അത് തികയത്തില്ല. ഗൈസ്, നിങ്ങളിത് കണ്ടോ, സൂപ്പർ വ്യൂ അല്ലേ, കിട്ടു വ്യൂ കണ്ടോ. അവിടെ ഒരു മൊബൈൽ ടവറുണ്ട്. ആ മലയാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. ഓക്കെ, ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇവിടെ നല്ല തണലുള്ളതുകൊണ്ട് അവിടെ പാർക്ക് ചെയ്തു. ഇത് കൊള്ളാം അല്ലേ, കടയ്ക്ക് മഴവിൽ നിറത്തിൽ കളർ കൊടുത്തേക്കുന്നത്. സൂപ്പറായിട്ടാണ് അത്. കണ്ടോ, ഇതാണ് മല. കണ്ടോ, പാറയാണ്, മൊത്തം പാറ. ഇതിൻ്റെ മുകളിൽ എങ്ങനെ വേണേലും വലിയ കയറാം, പക്ഷേ തിരിച്ചിറങ്ങാൻ ഭയങ്കര പാടായിരിക്കും. ഒന്നോർത്ത് നോക്കി, രാവിലെ ഇവിടെ വരുമ്പോൾ നല്ല കോട നിറഞ്ഞ സൂപ്പർ വ്യൂ അല്ലേ. ഇത് കണ്ടോ ഗൈസ്, അടിപൊളി. എന്ത് രസമുണ്ട്. ആ, ഇങ്ങനെ മല കയറി 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 പോവാണ്ടോ. ഇവിടെ നിന്ന് ആ മല കാണാൻ പറ്റും മേളിലോട്ടുള്ള. അതുകൊണ്ട് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ വരെ പോകണം നമുക്ക്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. നമുക്കിവിടെ 20 രൂപയാണ്. അപ്പോൾ 20 രൂപയാണ് വരുന്നത് ഇവിടെ. ഞങ്ങൾ 2 പേർക്കും പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിനും കൂടെ കൂട്ടി നമുക്ക് വന്നതൊക്കെ 53 രൂപയാണ്. പിന്നെ ബാലൻസ് ഒരു 47 രൂപ കിട്ടാനുണ്ട്. അതവർ പുറകിൽ എഴുതി തന്നിട്ടുണ്ട്.
ഇവിടെ സഫാരി ജീപ്പ് മാത്രമേ അകത്തോട്ട് കടത്തി വിടത്തുള്ളൂ. ആനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസിങ് ആം ബാരിയർ ഇവിടെ ഉണ്ട് കേട്ടോ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഇവിടെ സൂക്ഷിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കാണുന്ന പോലെയല്ല, വെയിലുണ്ടെങ്കിലും നല്ല ചൂട് തീരെ കുറവാണ് കേട്ടോ. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നടന്ന് കയറാൻ പോവാണ്. ഇവിടെ പശുവിനെ വളർത്തുന്നുണ്ട് കേട്ടോ ഇവർ. ഇവിടെ നിന്ന് ഏകദേശം 20 മിനിറ്റോളം നടക്കാനുണ്ട് മുകളിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചതുപോലെ 20 മിനിറ്റ്, മൊത്തത്തിൽ 40 മിനിറ്റ് നമുക്ക് പോയി വരാനെടുക്കും. എൻ്റെ കൂടെ വന്നവനാ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നടത്താൻ തുടങ്ങിയതേ ഉള്ളൂ. വലിയ കയറ്റമായിട്ട് തോന്നുന്നില്ല, ഇപ്പോൾ ചെറിയ കയറ്റമാണ്. പിന്നെ ഇവിടുന്ന് നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ മല വിശാലമായി കിടക്കുന്നത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോ. പല മലകളിങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടോ. ശബരിമലയെ അപേക്ഷിച്ച് നമുക്ക് വലിയ കയറ്റമല്ല. ശബരിമലയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ അല്ല, അവിടെ പിന്നെ ഒരു എനർജി ഉണ്ട്, നല്ല എല്ലാവരും കൂടെ കയറി പോകുമ്പോഴൊരു വൈബുണ്ട്. അതുമല്ല, കാടിൻ്റെ ഒരു തണലും കാര്യങ്ങളെല്ലാം അവിടെ കിട്ടും. ഇവിടെ അങ്ങനെയല്ല, ഓപ്പണാണ്. ഇവിടെ അധികം മരങ്ങളില്ല കണ്ടോ. ഇവിടെ കുറച്ച് മുളഞ്ചില്ലികളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മരങ്ങളുണ്ട്. രണ്ട് ജീപ്പ് സഫാരി പോകുന്നവിടെ അവർ എങ്ങും നിർത്തുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഒറ്റ വരവാണെന്ന് തോന്നുന്നു, എവിടെ നിർത്തുന്നില്ലെന്ന്. അവിടെ മുകളിൽ ചെന്നുള്ള വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജീപ്പ് സഫാരിയിൽ. ഇപ്പോൾ തന്നെ നമ്മൾ ടവറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ശരിക്കും ആകാശം മുട്ടേ നിൽക്കുന്ന മലനിരകളാണ് ഇവിടെ എല്ലാം കാണുന്നത്. ഒരു ഹെയർ പിൻ കയറി പോകുന്ന പോലെയാണ്. നമ്മൾ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ ഈ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വഴി വെട്ടിയെടുത്ത് കേട്ടോ. ഇവിടെ എല്ലാം ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഇത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ടവറാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അണയ്ക്കാൻ തുടങ്ങി കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് പോകാം.